നിങ്ങൾക്കൊരു 10-20 ദിവസം ജോലി ഉണ്ടെങ്കിൽ 25,000-30,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ ഒരു 10,000, 15,000 മുതൽ 20,000, 25,000 രൂപയൊക്കെ വരുമാനമുള്ള ആൾക്കാർ. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് ഇപ്പോഴുള്ള വരുമാനം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുടെ കുടുംബം എങ്ങനെ ജീവിക്കും? ഈ ചോദ്യം ചോദിച്ചേ. അവിടെ മുതൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ വിസ്ഡം തെളിഞ്ഞു വരും. നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തെ ജീവിക്കാൻ എന്താണ് പദ്ധതി? ഈ ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാവും. നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? സമ്പത്തുള്ളവൻ ഫിനാൻസ് പ്ലാൻ ചെയ്താൽ പോരെ, ഞാൻ പ്ലാൻ ചെയ്യണോ? നിങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇതിനുത്തരം ആര് കൊടുക്കും? അപ്പോൾ നിങ്ങൾക്കും ഓർക്കുക, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നാൽ ജീവിതത്തിൻ്റെ പ്ലാനിങ് ആണ്. ഇനി ഇടത്തരക്കാരിലേക്ക് വരാം. ഈ ഇടത്തരക്കാരിലാണ് കൂടുതൽ ലോണുകൾ സ്പ്രെഡ് ചെയ്യപ്പെടുക. കാരണം ഇത്തരം ആൾക്കാർക്ക് ഇവരുടെ ജീവന നിലവാരം എന്ന് പറയുന്നത് അതിദാരിദ്ര്യയേക്കാൾ ഒരു 4 ഇരട്ടിയെങ്കിലും മെച്ചപ്പെട്ടതായിരിക്കും. ആ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ തരത്തിലുള്ള ഇൻകത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ ആ ഇൻകം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുണ്ടാകുന്ന തെറ്റ്, ഇത് ഇവരെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിൽ മോശം അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ ഈ പണത്തെ കൃത്യമായി വിന്യസിച്ച് പെരുകാൻ വിടാൻ പഠിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ്. പ്രോപ്പറായിട്ട് ലൈഫിനെ ഇൻഷുർ ചെയ്യുക, പ്രോപ്പറായിട്ട് തലമുറയെ സെക്യൂർ ആക്കുക, കുട്ടികളുടെ